ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ആഫ്രിലെ എക്സാമിനേഷന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ് പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞ പോയം. പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞാൽ പത്തർ എന്ന് പറഞ്ഞാൽ കല്ല്, പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ടുള്ളൊരു ബെഞ്ച്. ചന്ദ്രകാന്ത് ദേവാലയുടെ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ മക്കളെ, പത്തർ കി ബെഞ്ച് ചന്ദ്രകാന്ത് ദേവാലയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന പാഠം ഏതാണ്? ആനന്ദ് കി ഫുൽച്ചെടിയാം എന്നുള്ള പാഠമാണ്. അത് അനന്ത് ഗോപാൽ ഷേവടെയാണ് എഴുതിയത്. ആ രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണിക്കുന്ന പകരം ഞാൻ ഇത് കാണിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ചന്ദ്രകാന്ത് ദേവാലയുടെ പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞ കവിതയാണ്. ഓക്കെ, നമുക്ക് ആ കവിത ആദ്യം ഒന്ന് നോക്കാം. പത്തർ കി ബെഞ്ച്, കല്ലിൻ്റെ ബെഞ്ച്. ജിസ്പർ, ആ കല്ലിൻ്റെ ബെഞ്ചിൻ്റെ മുകളിൽ രോത്താ ഹുവ ബച്ച, കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കുട്ടി. ബിസ്കുട്ട് കുതിർത്തെ ചുപ്പ് ഹോ രഹാ ഹെ, ബിസ്കുറ്റ് തിന്ന് അവൻ്റെ കരച്ചിലൊക്കെ മാറി അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ആ കുട്ടി സങ്കടപ്പെട്ട് ഓടി കരഞ്ഞു വന്ന് ഈ കല്ലിൻ്റെ മുകളിലിരുന്നു. കുറേ അവൻ കരഞ്ഞു. അതിനുശേഷം തൻ്റെ കയ്യിലുള്ള ബിസ്കുറ്റ് കടിച്ച് അവൻ തിന്ന് പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ മാറിപ്പോയി. എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് കുറച്ച് റിലാക്സായി. ജിസ്പർ ഏക്ക് തഖാ യുവക്, വല്ലാതെ അധ്വാനിച്ച് ക്ഷീണിച്ച ഒരു യുവാവ്, ക്ഷീണിച്ച് നടന്നു വരുന്ന ഒരു യുവാവ് ആ കല്ലിൻ്റെ മുകളിൽ പോയിരുന്നു. ഓക്കെ, അപ്പനെ കുജിലേ ഹുയെ, എന്നിട്ടോ തൻ്റെ ചവിട്ടി മതിക്കപ്പെട്ട അഥവാ തകർന്നുപോയ സ്വപ്നവും സ്വപ്നങ്ങളെ സഹലാരഹാഹെ, സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് ആ യുവാവും കടന്നുപോയി. പിന്നെ ജിസ്പർ ഹാത്തോം സേ ആംഖേൻ ടോപ്പ്, കൈകൊണ്ട് കണ്ണുകളെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏക്ക് റിട്ടയർഡ് ബൂഡ, ഒരു റിട്ടയർഡായ വൃദ്ധനായ മനുഷ്യൻ ദോപ്പരീമേ സോരഹായ, നട്ടുച്ച വെയിലത്ത് ആ കല്ലിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നു. തൻ്റെ കൈകളെല്ലാം കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹം കിടന്ന് കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റിലാക്സും അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറിപ്പോയി. ജിസ്പർ വേ ദോനവും, അതിൻ്റെ മുകളിൽ വേറെ 2 പേർ വന്നിരിക്കുന്നു. ജിന്ദഗി കെ സ്വപ്നെ ബുർരേഹേ, ഇവരെല്ലാവരും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പത്തർ കി ബെഞ്ച്, ഈ കരിങ്കല്ലിൻ്റെ ബെഞ്ച്. ജിസ്പർ അങ്കിത് ഹേ ആസു, അതുകൊണ്ട് തന്നെ പല രീതിയിലും പല വിഷമത്തിലും സന്തോഷത്തിലും സങ്കടവും പ്രയാസവും സ്വപ്നങ്ങളിൽ വിധിക്കപ്പെട്ടു പോയവരും യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും വൃദ്ധരും എല്ലാവരും പലപ്പോഴും വന്നിരിക്കുന്ന ഒരു ബെഞ്ചാണ് ഈ പത്തർ കി ബെഞ്ച്. അതുകൊണ്ട് തന്നെ ജിസ്പർ അങ്കിത് ഹേ, അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ആസു, കണ്ണുനീര്, തഖാൻ, ക്ഷീണം, വിശ്രാം ഓർ പ്രേം കി സ്മൃതിയാം, വിശ്രമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകളൊക്കെ ആ കല്ലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഭി, അങ്ങനെ എല്ലാവർക്കും റിലാക്സ് ആവുന്ന ഒരു പൊതു ഇടമായ ഈ കല്ലിന് വേണ്ടിയും, ഈസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഭി, ഈ കരിങ്കല്ലിൻ്റെ ബെഞ്ചിന് വേണ്ടി പോലും ശുരു ഹോ സക്താ ഹേ, ആരംഭിക്കാൻ സാധ്യതയുണ്ട്. കിസി ദിൻ, ഏതെങ്കിലും ഒരു ദിവസം, ഹത്യാവും ക സിൽസില, ആ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ കല്ലിന് വേണ്ടിയും ഒരു പക്ഷേ വന്നേക്കാം. നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണവും വേണ്ട. എന്തെങ്കിലും കല്ലിനും ബെഞ്ചിനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ അത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ വംശത്തിൻ്റേതാണ്, നിങ്ങൾക്കിവിടെ അവകാശമില്ല എന്നൊക്കെ പറയുന്ന കാലം വന്നേക്കാം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി. ഹത്യാവും ക സിൽസില, കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ വന്നേക്കാം. ഉസേ ഉഘാഡ് കർ ലേ ജായേ, ഒരു പക്ഷേ അതിനെ പിഴുതെടുത്ത് കൊണ്ടുപോയേക്കാം ആരെങ്കിലും. അഥവാ തോട് ബി ജാ സക്തേ, അല്ലെങ്കിൽ തകർത്തിട്ടേക്കാം മറ്റു ചിലരാരെങ്കിലും. പത്താനഹി, അറിയില്ല. സബ്സെ പഹലെ, ഏറ്റവും ആദ്യമായിട്ട് കോൻ ആസീൻ ഹുവാ ഹോഗ, ആരായിരിക്കണം ഈ കരിങ്കലിൻ്റെ പത്തറിൻ്റെ സീറ്റിൻ്റെ മുകളിൽ, പത്തർ കി ബെഞ്ചിൻ്റെ മുകളിൽ ഏറ്റവും ആദ്യമായിട്ട് ആരായിരിക്കും ഇതുണ്ടാക്കിയത്, ഏറ്റവും ആദ്യമായിട്ട് ഇരുന്നത് ആരായിരിക്കാം? അതിനെപ്പറ്റി യാതൊരു ചരിത്രപരമായ രേഖ പോലുമില്ല. എന്നിട്ടോ ഈസ് പത്തർ കി ബെഞ്ച് പർ, ഈ കല്ലിൻ്റെ മുകളിൽ ഇരുന്നത് ആരായിരിക്കാമെന്ന്. എന്നാൽ പോലും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചരിത്രപരമായ ഒരു രേഖയില്ലെങ്കിൽ പോലും ആളുകൾ വന്നേക്കാം എന്നാണ്. നമ്മുടെ പബ്ലിക് ഇടങ്ങൾ, പൊതു ഇടങ്ങൾ ഇല്ലാതായി പോവുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ കവിതയിലൂടെ ചന്ദ്രകാന്ത് ദേവാലയം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പൊതുമൈതാനങ്ങൾ, പൊതു സ്കൂളുകൾ, വായനശാലകൾ ഒക്കെ ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ സന്ദേശം നൽകുന്നവയാണ്. എന്ന് ഇതെല്ലാം ഇല്ലാതാവുന്നുവോ അവിടെ നമുക്ക് സമൂഹങ്ങളിൽ ഭിന്നിപ്പുണ്ടാവുകയും കലാപത്തിന് കാരണമായി തീരുകയും ചെയ്യും. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം കേവലം ഒരു കരിങ്കൽ ബെഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ, യെസ്, ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം 6 മാർക്കിന് ആസ്വാദൻ ടിപ്പണി എഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് കവിതാക്ക് ആസ്വാദൻ ടിപ്പണി നമ്മൾ ഇങ്ങനെ എഴുതണം. നോക്കൂ മക്കളെ, ശ്രീ ചന്ദ്രകാന്ത് ദേവാലെ ഗദ്യശൈലിമേ ലിഖേ ഹുയെ, ഗദ്യരൂപത്തിൽ എന്ന പോണം എഴുതിയ ഉജ്ജ്വൽ കവിത ഹേ, അദ്ദേഹം ഗദ്യരൂപത്തിൽ എന്ന പോണം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ കവിതയാണ്
പത്തർ കി ബെഞ്ച്, കല്ലിൻ്റെ ബെഞ്ച് എന്നുള്ളത്. സുഖ് ഓർ ശാന്തി കെ ലിയെ, സുഖത്തിനും ശാന്തിക്കും വേണ്ടി ലോക് പാർക്ക് ജയ്സെ, ജനങ്ങൾ പാർക്ക് പോലുള്ള സാർവജനിക ജഗഹോം പർ ആത്തകെ, പബ്ലിക് ഇടങ്ങളിലേക്ക്, പബ്ലിക് പ്ലേസിലേക്ക് ഇതുപോലെ വരുന്നു. ബീച്ചിൽ, വായനശാലയിൽ, മൈതാനങ്ങളിലേക്ക്, കളിസ്ഥലങ്ങളിലേക്ക്, അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ എത്തുന്നു. ലേക്കിൻ കിസി കെ സ്വാർത്ഥി ഭാവനാക്കെ കാരണം, എന്നാൽ ചില ആളുകളുടെ സ്വാർത്ഥ ഭാവന കാരണം ഐസെ ജഗോം പർ ഹംല ഹോ രഹാ ഹെ, അത്തരം സ്ഥലത്തിന് വേണ്ടി കലാപങ്ങൾ വരെ ഉണ്ടാവുന്നു. ഇസ്കാ ചിത്രൻ കവിതാമഹെ, ആ ചിത്രമാണ് കവിതയിൽ അദ്ദേഹം വരച്ച് കാണിച്ചിരിക്കുന്നത്. കവി കാത്തെ, എന്താ കവിതയിൽ കവി പറയുന്നത്? കി പാർക്ക് മേം വർഷവും പുരാനിയേക്ക് ബെഞ്ച്, പാർക്കിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബെഞ്ച് കിടക്കുന്നു. വ പത്രസേഹി ബനാഹുആഹെ, അത് കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. ബച്ചെ, കുട്ടികൾ, യുവക് യുവാക്കൾ, ബൂഡ വൃദ്ധർ, ഈസ് ബെഞ്ച് പർ ബൈഠെ, ഈ ബെഞ്ചിൻ്റെ മുകളിൽ വന്നിരിക്കുന്നു. ഇസ് പർ ബൈഠകർ, ഇതിൽ ഇരുന്നിട്ട്, ബച്ച ബിസ്കുട്ട് ഖാരഹായ്, കരഞ്ഞു വന്ന കുട്ടി അതിൻ്റെ മുകളിൽ ഇരുന്ന് ബിസ്കുറ്റ് കഴിക്കുന്നു. അബ് ഉസ്കാ രോന ബന്ദ് ഹോ ഗയ, ഇപ്പോൾ അവൻ്റെ കരച്ചിലും നിന്നു. യുവക് അപ്പനെ തഖാവട്ട് ദൂർ കർണക്കിലി, യുവാവ് തൻ്റെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് ഇസ് പർ ബൈഠെ, ഇവിടെ വന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു. വ അപ്പനെ കുജലേ ഹുയെ സ്വപ്നോക്കോ, അവൻ ദീർഘനിശ്വാസത്തോടുകൂടി അവൻ്റെ ചവിട്ടുമതിക്കപ്പെട്ട തകർന്നുപോയ സ്വപ്നങ്ങളെ സഹലാ കർ രഹാ ഹെ, ആശ്വസിപ്പിക്കുന്നു, സാന്ത്വനിപ്പിക്കുന്നു. ഏക് റിട്ടയർഡ് ബൂഢ, ഒരു വൃദ്ധനായ മനുഷ്യൻ, റിട്ടയർഡായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, ദോബാർ കെ സമയം, നട്ടുച്ച വെയിലത്ത്, ബെഞ്ച് പർ ബൈഠക്കർ, ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നിട്ട്, ആങ്കോം കോ, തൻ്റെ കണ്ണുകളെ, ഹാത്തോം സേ ഠാപ്പ് കർ സോരായെ, കൈകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഉറങ്ങുന്നു. ദോസ്ത് ജോഡ എന്ന് പറഞ്ഞാൽ യുവാക്കൾ, കാമുകന്മാരായ ഒരു ജോഡി, ബെഞ്ച് പർ ബൈഠക്കർ, ബെഞ്ചിലിരുന്നിട്ട്, ജിന്ദഗി കെ സപ്നെ ബുൻ രഹേ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു. കൈ സാലോം സെ യേ പത്തർ കി ബെഞ്ച്, ഒരുപാട് വർഷങ്ങളായി ഈ കൽബെഞ്ച്, ദുഃഖവും, തഖാൻ ക്ഷീണവും, പ്രേമത്തിൻ്റെ, സ്മൃതിയാം ഓർമ്മകൾ, ആദി കെ സാക്ഷി ബൻകർ യഹാ ഖടെ, മുതലായവയ്ക്ക് സാക്ഷിയായി ഇങ്ങനെ നിൽക്കുന്നു. ഈസ് പത്തർ കി ബെഞ്ച് കാ, ഈ കൽബെഞ്ചിന്, കബ് കിസ്നെ ബനായി, എപ്പോൾ, ഈ കൽബെഞ്ചിനെ എപ്പോൾ എപ്പോൾ ഉണ്ടാക്കി. ഇസ്കാ ഇതിഹാസ്, ഇതിൻ്റെ ചരിത്രം, ആദി കെ ബാരേമേ, മുതലായവയെ പറ്റി, കിസിക്കോ ബി പത്താ നഹി, ആർക്കും തന്നെ ഒരു ഐഡിയയുമില്ല. ലേക്കിൻ കവി കെ മൻമേ ഇസ് ബെഞ്ച് കെ അസ്തിത്വ പർ ആകാംക്ഷ ഹെ, എങ്കിലും ചരിത്രപരമായി ഒരു തെളിവുകളില്ലെങ്കിൽ പോലും, ആരാണ് ഉണ്ടാക്കിയത്, ആരാണ് ആദ്യം ഇരുന്നതെന്നും അറിയില്ലെങ്കിൽ പോലും, ഈ കൽബെഞ്ചിന് വേണ്ടി പോലും നാട്ടിൽ കലാപമുണ്ടായേക്കാം. ആജ് കെ വികട് സമയമേ, ഇക്കാലഘട്ടത്തിൽ വികടമായ, മലിനമായ, ആകെ തകരാറായി കിടക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ, ഈസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഭി, ഈ കൽബെഞ്ചിന് വേണ്ടി പോലും ലഡായി ശുരു ഹോ സക്ത ഹെ, കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഓക്കെ, ലഡായി എന്ന് പറഞ്ഞ യുദ്ധം. ഇസെ ഉഗാഡ് കർ ലേ ജാനെ കി, ഇതിനെ പിഴുതെടുത്ത് കൊണ്ടുപോകാനോ, യാ തോട് ദേനോ കോബി സംഭാവനകെ, തകർത്ത് കളയാനോ സംഭാവനകൾ സാധ്യതയുണ്ട്. കവി എ ബി കാക്കർ, കവി ഇതുകൂടെ പറഞ്ഞിട്ട് സമാപ്ത് കർത്തെ, അവസാനിപ്പിക്കുന്നു. കി എന്നാൽ പതാനഹി, അറിയില്ല, സബ്സെ പഹലെ, ഏറ്റവും ആദ്യം, കോൻ ആസീൻ ഹുവാ ഹോഗ, ആരായിരിക്കാം ഇതിൽ സന്നിഹിതനായത്, ഇതിൽ ഇരുന്നിട്ടുണ്ടാവുക, ആസീൻ ഹുവാ ഹോഗ, ഇരുന്നിട്ടുണ്ടാവുക, ഈസ് പത്തർ കി ബെഞ്ച് പർ, ഈ കൽ ബെഞ്ചിൻ്റെ മുകളിൽ ആദ്യമായി ഇരുന്നത് ആരായിരിക്കാം എന്നുള്ളതിനെപ്പറ്റി പോലും യാതൊരുവിധ തെളിവുമില്ല. എങ്കിൽ പോലും ഇതിൻ്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ആളുകൾ വന്നേക്കാം. അതിൻ്റെ പേരിൽ പൊതു ഇടങ്ങളായ ഇത്തരമൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ആ നാട്ടിൽ കലാപങ്ങൾ വരെ പുറപ്പെട്ടേക്കാം എന്ന് ഇന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമൂഹത്തിന് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നൊരു മനോഹരമായ കവിതയാണിത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് 1 മാർക്കിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നോക്കൂ, ഏകേക്ക് വാക്യം ഉത്തർ ലിഖിയെ, ഓരോരോ വാക്യത്തിൽ ഉത്തരം എഴുതാൻ. അങ്ങനെയാണെങ്കിൽ പത്തർ കി ബെഞ്ച് പർ ബച്ചാ ക്യാ കർ രഹാ ഹെ, കൽബെഞ്ചിൻ്റെ മുകളിൽ കുട്ടി എന്ത് ചെയ്യുന്നു? ഉത്തരം, പത്തർ കി ബെഞ്ച് പർ രോത്താ ഹുവാ ബച്ച, കൽബെഞ്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി, ബിസ്കുട്ട് കുതിർത്തെ ചുപ് രഹായ്, ബിസ്കുറ്റ് തിന്ന് അവൻ അവസാനം മിണ്ടാതെ നിൽക്കും. തക്കാ യുവക് ക്യാ കർത്തേ, ക്ഷീണിച്ച യുവാവ് വന്ന് എന്ത് ചെയ്യുന്നു? തക്കാ യുവക് അപ്പനെ കുജലേ ഹുയെ സ്വപ്നവും കോ സകലാ രഹായ്, ക്ഷീണിച്ച അവശനായി വന്ന യുവാവ് തൻ്റെ ചവിട്ടിമുതിക്കപ്പെട്ട സ്വപ്നങ്ങളെയൊക്കെ അവൻ ആശ്വസിപ്പിച്ച് സമാധാനപ്പെട്ട് റിലാക്സായി മാറുന്നു. പത്തർ കി ബെഞ്ച് പർ വേ ദോനോ ക്യാ ബുൻ രഹേ, ആ കൽബെഞ്ചിൻ്റെ മുകളിൽ അവർ രണ്ടുപേരും എന്താണ് നെയ്തുകൊണ്ടിരിക്കുന്നത്? പത്തർ കി ബെഞ്ച് പർ, കൽബെഞ്ചിൻ്റെ മുകളിൽ, ആംസു കണ്ണുനീർ, തഖാൻ ക്ഷീണം, വിശ്രമം, ഓർ പ്രേം കി സ്മൃതിയാം, സ്നേഹത്തിൻ്റെ ഓർമ്മകളും, അങ്കിത് ഹേ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം,
ഹത്യാओं का सिलसिला शुरू होगा किसके लिए? കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ ആരംഭിച്ചേക്കാം എന്തിനു വേണ്ടി? പത്തർ കി ബെഞ്ചിക്ക് लिए, കരിങ്കലിൻ്റെ ബെഞ്ചിന് വേണ്ടി. അടുത്തത് ഹത്യായം ശുരു ഹോനെ പർ, കൊലപാതകം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പത്തർ കി ബെഞ്ച് കോ ക്യാ ഹോ ജായേഗ, അവസാനം കൽബെഞ്ചിന് എന്ത് സംഭവിക്കും? പത്തർ കി ബെഞ്ച് കോ ഉഖാഡ് കർ, കൽബെഞ്ചിനെ പിഴുതെടുത്തിട്ട് ലേ ജായേഗ, കൊണ്ടുപോയേക്കാം. ഓർ തോടാ ബി ജായേഗ, അല്ലെങ്കിൽ തകർക്കപ്പെട്ടു പോയേക്കാം. കവി കി ശങ്ക ക്യാ ഹെ, കവിയുടെ സംശയം എന്താണ്? പത്തർ കി ബെഞ്ച് പർ പഹലെ കോൻ ആസീൻ ഹുവാ ഹോഗ, ഈ കൽബെഞ്ചിൽ ഏറ്റവും ആദ്യമായിരുന്നത് ആരായിരിക്കാം എന്നാണ് കവിയുടെ ശങ്ക. അടുത്തത് പത്തർ കി ബെഞ്ച് കിസ്കാ പ്രതീക്, ഈ കൽബെഞ്ച് എന്തിൻ്റെ പ്രതീകമാണ്? സാർവജനിക ജഗ്, ഒരു പബ്ലിക് പ്ലേസിൻ്റെ പ്രതീകമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ദോ യാ തീൻ വാക്യോമേ ഉത്തർ ലിഖിയേ, 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 2 or 3 വാക്യങ്ങൾ ഉത്തരം എഴുതാൻ. ഉത്തരം, ചോദ്യം ഇതാണ്, പത്തർ കി ബെഞ്ച് പർ കോൻ കോൻ ഹേ, ആ കൽബെഞ്ചിൽ ആരെല്ലാം വന്നിരിക്കുന്നു? ഉൻകി സേവായേം ക്യാ ക്യാ ഹേ, ഉൻകി സംവേദനായേം ക്യാ ക്യാ ഹേ, അവരുടെ സംവേദനയും അവരുടെ തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഉത്തരം, പത്തർ കി ബെഞ്ച് പർ ഏക് രോത്താ ഹുവാ ബച്ച, ആ കൽബെഞ്ചിൽ ഒരു കരഞ്ഞുകൊണ്ട് ഒരു കുട്ടി വന്നിരിക്കുന്നു. ഏക് തക്കാ ഹുവാ യുവക് ഓർ റിട്ടയർഡ് ബുഡ, ഒരു വൃദ്ധനായ ഒരാളും ഒരു ക്ഷീണിച്ചവശനായ യുവാവും വൃദ്ധനായ ഒരാളും വന്നിരിക്കുന്നു, റിട്ടയർഡായ ഒരാൾ. രോത്താ ഹുവാ ബച്ച ബിസ്കുട്ട് കുതർത്തേ ചുപ്പ് ഹോ ജാത്ത ഹേ, കരഞ്ഞുകൊണ്ട് വന്നിരുന്ന കുട്ടി അവസാനം കുറച്ചു നേരം കരഞ്ഞിരുന്ന് അവൻ ബിസ്ക്കറ്റ് കഴിച്ച് അവൻ ശാന്തനായി പോകുന്നു. യുവക് അപ്പനെ വ്യർത്ഥ സ്വപ്നോ കോ സഹലാത്ത ഹേ, യുവാവാകട്ടെ തൻ്റെ വെറുതെയായി പോയ സ്വപ്നങ്ങളെ ഒക്കെ അവൻ ആശ്വസിപ്പിക്കുന്നു. ഓർ ബുഡ ആത്തോം സെ ആങ്കോം ബന്ദ് കർ സോത്ത ഹേ, വൃദ്ധനായ മനുഷ്യനാട്ടെ കൈകൊണ്ട് കണ്ണടച്ചു പിടിച്ചു അവിടെ ഉറങ്ങുന്നു. യഹി സുഖദുഃഖ്, ഇവിടെ സുഖദുഃഖത്തിൻ്റെയും പ്രേം വിരഹ്, സ്നേഹത്തിൻ്റെയും വിരഹത്തിൻ്റെയും വിശ്രാം ഓർ ഉത്സാഹ്, വിശ്രമത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും സംവേദനാഹേ ഇടപാടുകളാണ് നടന്നു പോകുന്നത് എന്നാണ്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഇതാണ്, സബോനെ പത്തർ കി ബെഞ്ച് കാ സഹാര ലിയ ക്യോം, ഈ പറഞ്ഞ എല്ലാവരും കൽബെഞ്ചിനെ ഒരു സഹായമായിട്ട് കൂട്ടി. എന്തുകൊണ്ട്? ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ പത്തർ കി ബെഞ്ച് പർ ബൈറ്റിനേമേ, കൽബെഞ്ചിൽ വന്നിരിക്കുന്നതിൽ ഉനെ കോയി രോക്ക് നഹി സക്തെ, ആരും അവരെ തടയില്ല എന്നുള്ളതുകൊണ്ടാണ് അവൻ സെലക്ട് ചെയ്തത്. വഹാം ബൈറ്റിനെ പർ വേ അപ്പനെ ദുഃഖ കോ ഭൂൽത്തെ ഹേ, അവിടെ പോയിരിക്കുമ്പം അവൻ അവൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി പോകുന്നു. പത്തർ കി ബെഞ്ച് ഉൻകെ ദുഃഖോ കോ സഹാര ഹേ, ഈ കൽബെഞ്ച് അവൻ്റെ ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമായി മാറുന്നു ആ കൽബെഞ്ച്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ മക്കളെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.